ഹലോ, 9ാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ 4ാം ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, ഗുണന സമവാക്യങ്ങൾ, അതിന്റെ 2ാമത്തെ ടോപ്പിക്കായ ക്രിയാവിശേഷങ്ങൾ, സ്പെഷ്യൽ ഓപ്പറേഷൻസ്, അതിന്റെ ചോദ്യോത്തരങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ ആൻസറിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് 3 ഉപചോദ്യങ്ങളുണ്ട്. There are 3 sub questions for question 1. ആദ്യം നമുക്ക് ഒന്നാമത്തെ ഉപചോദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 വരുന്ന സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം കണ്ടെത്തുക. Find the remainder when the product of two numbers, one leaving remainder 1 and the other leaving remainder 2 on division by 3 is divided by 3. അപ്പോൾ നമുക്ക് ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 വരുന്നു എങ്കിൽ അതിന് നമുക്ക് പൊതുവായി 3m+1 എന്ന രൂപത്തിൽ എഴുതാം. മിച്ചം 1 ആണ്, 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 3 × m+1 എന്ന രൂപത്തിൽ എഴുതാം. 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യയെ 3m+1 എന്നെഴുതാം. ഓക്കെ, the number which leaves remainder 1 when divided by 3 can be written in general form as 3m+1. അതേപോലെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 വരുന്ന സംഖ്യകളെ നമുക്ക് 3n+2 എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, ഇനി ഇതിന് രണ്ടിനെയും ഒന്ന് ഗുണിച്ചു നോക്കൂ. ഇതിനെ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? 3m × 3n പ്ലസ് 3m × 2 പ്ലസ് 1 × 3n പ്ലസ് 1 × 2. ഇത് നമുക്ക് 3 × m × 3 × n. അപ്പൊ 3 × 3 9 × m × n, അത് mn പ്ലസ് 3 × 2 6 6 × m 6m പ്ലസ് 1 × 3 3 3 × n 3n പ്ലസ് 1 × 2 2. ഇനി ആദ്യത്തെ 3 പദങ്ങളിൽ 3 പൊതുവാണ്. അപ്പൊ നമുക്ക് 3 × ഇവിടെ ഇനി 3mn പ്ലസ് 6ൽ നിന്ന് 3 എടുത്തു, അപ്പൊ ബാക്കി 3 × 2 ആണ് 6, അപ്പൊ 2m പ്ലസ് n പ്ലസ് 2. ഇനി ഇവിടെ നമുക്ക് 3mn പ്ലസ് 2m പ്ലസ് n എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യ, അതായത് ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയായിരിക്കും. അത് നമുക്ക് k എന്ന് എഴുതാം. അപ്പൊ നമുക്കിത് 3k
പ്ലസ് 2 എന്ന് കിട്ടി. 3k പ്ലസ് 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ മീനിങ്? ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം kയും, അതായത് കോഷ്യന്റ് kയും മിച്ചം റിമൈൻഡർ 2മായിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം 2 ആണ്. ഓക്കെ. The remainder of the product divided by 3 is 2. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി നമുക്ക് എഴുതാം. എഴുതി നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ സംഖ്യ 1, അതായത് നമ്പർ 1 എന്ന് പറയുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 കിട്ടുന്ന സംഖ്യയാണ്. സംഖ്യ 2 എന്ന് പറയുന്നത് സംഖ്യയെ, നമ്പറിനെ 3 കൊണ്ട് ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പറാണ്. പിന്നെ അവയുടെ പ്രൊഡക്റ്റ്, ഗുണനഫലമാണ് മൂന്നാമത്തെ കോളം. പിന്നെ നമ്മൾ ആ ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം, റിമൈൻഡർ എത്ര കിട്ടുമെന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണത്തിലെ ആദ്യ സംഖ്യ 4. അപ്പൊ 4നെ നമുക്ക് 3 × 1 + 1 എന്ന് എഴുതാം. അതായത് റിമൈൻഡർ 1 ആണ്. രണ്ടാമത്തെ സംഖ്യ 5 എന്നെടുക്കാം. 5 എന്ന് പറയുന്നത് 3നെ 1 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടുന്നതാണ്. അപ്പോൾ റിമൈൻഡർ മിച്ചം 2. ഓക്കെ. ഇനി ഗുണനഫലം 4 × 5 20. 20നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 × 3 18, റിമൈൻഡർ 2, മിച്ചം 2 ആയിരിക്കും. അതായത് 20നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 6 + 2, അല്ലെങ്കിൽ 6 × 3 + 2 എന്നും എഴുതാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. സംഖ്യ 7. 7നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 അല്ലേ? 8, ശിഷ്ടം 2. ഇനി ഗുണനഫലം 7 × 8 56. 56നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 3 3, 2 26. 26ലെ 8 പ്രാവശ്യം 24, റിമൈൻഡർ 2. ഓക്കെ. അപ്പോൾ 3 × 18 + 2 എന്നെഴുതാം. ഓക്കെ. 18 × 3 + 2. അപ്പൊ ഇവിടെ റിമൈൻഡർ 2 തന്നെയാണ്. ഒരു ഉദാഹരണം കൂടി നോക്കാം. ഒന്നാമത്തെ സംഖ്യ 10. 10 = 3 × 3 9 + 1. അപ്പോൾ റിമൈൻഡർ 1. 11. ഇതിന്റെ ശിഷ്ടം 1 ആണെങ്കിൽ അതിനോട് 1 കൂട്ടിയതായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ശിഷ്ടം 2. ഇനി ഈ രണ്ട് സംഖ്യകളെ ഗുണിച്ചാൽ 110. 110നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 × 3 9, 2 0 20. 20ല് 6 പ്രാവശ്യം 6 3 18, 2. ഓക്കെ. അപ്പോൾ 3 × 36 + 2 എന്ന് എഴുതാം. അപ്പൊ നമുക്കിവിടെ ശിഷ്ടം റിമൈൻഡർ 2 എന്ന് കിട്ടും. അപ്പോൾ ഈ 3 ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് പൊതുവായി എന്ത് കിട്ടി? പൊതുവായി എന്ത് മനസ്സിലായി? ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും മിച്ചം 2 വരുന്നു. The product
always leaves a remainder of 2 when divided by 3. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാം തന്നെ നമുക്ക് 3 ഇൻറ്റു ഒരു സംഖ്യ പ്ലസ് 2 എന്നാണ്. അതായത് 3k പ്ലസ് 2. അപ്പൊ ഇവിടെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരുന്നു. ആ സംഖ്യകളുടെ പൊതുരൂപം, ബീജഗണിത രൂപം 3k പ്ലസ് 2, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഒരു ചരം എഴുതണമെന്നേ ഉള്ളൂ. 3k പ്ലസ് 2, 3n പ്ലസ് 2, 3m പ്ലസ് 2 എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇതാണ് ബീജഗണിത രൂപം, ആൾജിബ്രിക് ഫോം. ഇനി നമുക്ക് ഇതിന്റെ തെളിവ്, ബീജഗണിത തെളിവ് അല്ലെങ്കിൽ ആൾജിബ്രിക് പ്രൂഫ് നോക്കാം. അതിനുവേണ്ടി നമുക്ക് 2 സംഖ്യകളാണല്ലോ വേണ്ടത്. ശിഷ്ടം 1 വരുന്ന സംഖ്യ 3m പ്ലസ് 1ഉം റിമൈൻഡർ 2 വരുന്ന സംഖ്യ 3n പ്ലസ് 2ഉം എന്ന് എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി 3m പ്ലസ് 1 ആൻഡ് 3n പ്ലസ് 2. ഇനി അവയുടെ ഗുണനഫലം 3m പ്ലസ് 1 ഇൻറ്റു 3n പ്ലസ് 2. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 3mനെ 3n കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 3 9mn. ഇനി 3mനെ 2 കൊണ്ട് ഗുണിക്കണം. 3 ഇൻറ്റു 2 6, 6m. ഇനി 1നെ 3n കൊണ്ട് ഗുണിക്കുമ്പോൾ 3n. 1നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2. ഇവിടെ എല്ലാം തന്നെ പ്ലസ് ആണ്, അതുകൊണ്ട് പ്ലസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ സ്റ്റെപ്പിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ 3 പൊതുവായതുകൊണ്ട് 3നെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഇനി ബാക്കി 3mn പ്ലസ് 6. 3 ഇൻറ്റു 2 ആണ് 6, അപ്പൊ 2m പ്ലസ് 3 ഇൻറ്റു 1 ആണ് 3, അപ്പോൾ 1n പ്ലസ് 2. ഇനി ഇത് നമുക്ക് ഒരു പൂർണ്ണസംഖ്യയാണ്. ഇവിടെ 3mn പ്ലസ് 2m പ്ലസ് n സമം k ഒരു പൂർണ്ണസംഖ്യ, ഇൻറ്റിജർ ആണ്. ആയതുകൊണ്ട് ഗുണനഫലം, അതായത് പ്രൊഡക്റ്റ് സമം 3k പ്ലസ് 2. അപ്പൊ ഇവിടെ പൊതുരൂപം 3k പ്ലസ് 2 ആണ്. അതിനാൽ ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും. Therefore, the remainder on division by 3 is always 2. Okay. അപ്പൊ നമ്മള് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് 66-ലെ ചോദ്യം 1b. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം കണ്ടെത്തുക. Find the remainder when the product of two numbers, one leaving remainder 1 and the other leaving remainder 2 on division 4 is divided by 4. Okay. അപ്പൊ നമ്മൾ ഇവിടെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം റിമൈൻഡർ 1 വരണം. അപ്പൊ അത് നമുക്ക് 4 ഇൻറ്റു ഒരു സംഖ്യ പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഈ m എന്ന് പറയുന്നത് ഒരു സംഖ്യയെ 4 കൊണ്ട്
ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ നമുക്ക് ഹരണഫലം ഉണ്ടാവും. അതാണ് എം കോഷ്യന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ നോക്കാം. 13 ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 3 × 4 12. 12 റിമൈൻഡർ 1 വരും. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 + 1 എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ 3 × 4 + 1 എന്ന് എഴുതാം. പക്ഷെ ആദ്യം നമ്മൾ ഇത് എഴുതിയെന്നേ ഉള്ളൂ. 4 × ഹരണഫലം, അതായത് കോഷ്യന്റ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ മിച്ചം 1 വരുന്ന സംഖ്യയുടെ പൊതുരൂപം 4m + 1. ഇനി ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 വരുന്ന സംഖ്യയുടെ പൊതുരൂപം 4m + 2. ഓക്കെ, ഇനി ഇവയെ നമുക്ക് എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോ ഇവരെ രണ്ടുപേരെയും ഗുണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? 4m-നെ 4m കൊണ്ട് ഗുണിക്കും. 4 × 4 16 m. സോറി, ഇത് നമുക്ക് വേറെ ചരം ഉപയോഗിക്കണം. ഇവിടെ ഞാൻ m ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെ n എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ m × n പ്ലസ് 4m × 2. അപ്പൊ നമുക്ക് 4 2 8m പ്ലസ് 1 × 4m 4m പ്ലസ് 1 × 2 2. ഇനി ആദ്യത്തെ 3 പദങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? 4-നെ പൊതുവായി എടുക്കാം. അപ്പോൾ 4 × ഇവിടെ ബാക്കി എന്താണ്? 4-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16, അതുകൊണ്ട് 4mn പ്ലസ് 4 × 2 ആണ് 8, അപ്പൊ ഇവിടെ 2m പ്ലസ് 4 × 1 4 ആണ്, അപ്പോൾ 1m, അതായത് m, പിന്നെ പ്ലസ് 2. ഇത് ഒരു പൂർണ്ണസംഖ്യയാണ്, അതിന് നമുക്ക് k എന്നെഴുതാം. അപ്പോൾ ഇത് 4k + 2, അതായത് ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആണ്. ഓക്കെ, the remainder of the product divided by 4 is 2. ഇത് നമുക്ക് വിശദമായി ഒന്ന് നോക്കിയാലോ? ആദ്യം കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ശിഷ്ടം 1 വരുന്ന, റിമൈൻഡർ 1 വരുന്ന സംഖ്യ നമ്പർ 1. റിമൈൻഡർ 2, ശിഷ്ടം 2 വരുന്നതിനെ സംഖ്യ 2 എന്ന് പറയാം. അവയുടെ ഗുണനഫലം പ്രൊഡക്റ്റ് എഴുതുന്നു. പിന്നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം എത്ര വരുമെന്ന് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണത്തിൽ സംഖ്യ 5. 5-നെ നമുക്ക് 4 × 1 + 1 എന്ന് എഴുതാം. 6, 6-നെ 4 × 1 + 2 എന്ന് എഴുതാം. ഗുണനഫലം 30. 30-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 × 4 28, റിമൈൻഡർ 2. 7 × 4 + 2. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. 9. അപ്പോ 9 എന്ന് പറയുന്നത് 4 × 2 + 1, 8 1 9. 10. 10 എന്ന് പറയുമ്പോൾ 4 × 1 2 + 2, 4 2 8 2 10. ഇനി അതിന്റെ ഗുണനഫലം പ്രൊഡക്റ്റ് 9 × 10 90. 90-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 8,
1 10 2 പ്രാവശ്യം 4 2 8 2. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 2 കിട്ടും. ഇത് 22 ഇൻറ്റു 4 പ്ലസ് 2 എന്ന് എഴുതാം. ഇനി മൂന്നാമതൊരു ഉദാഹരണം കൂടി നോക്കാം. 13 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3 പ്ലസ് 1. 14 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3 പ്ലസ് 2 അല്ലെങ്കിൽ 3 ഇൻറ്റു 4 പ്ലസ് 2. ഇനി ഇവരുടെ ഗുണനഫലം അതെത്രയാണ്? 182. 182നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 4 16, 2 22, 4 5 20, റിമൈൻഡർ 2. അപ്പോൾ 45 ഇൻറ്റു 4 പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലായി? അപ്പോൾ പൊതുതത്വം, ജനറലൈസേഷൻ എന്താണ്? ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും മിച്ചം 2 ആയിരിക്കും. The product always leaves a remainder of 2 when divided by 4. ഇനി ഇവിടെ നമുക്ക് പൊതുരൂപം എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഖ്യ ഇൻറ്റു 4. ആ സംഖ്യ നമുക്ക് k എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് k ഇൻറ്റു 4, അതായത് 4k പ്ലസ് 2. ഇതാണ് പൊതുരൂപം. ഓക്കെ, ഇനി 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യ 4m പ്ലസ് 1 എന്നും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരുന്ന സംഖ്യ 4n പ്ലസ് 2 എന്നും എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി 4m പ്ലസ് 1 ആൻഡ് 4n പ്ലസ് 2. ഇനി ഇതിൻ്റെ ഗുണനഫലം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 4m പ്ലസ് 1 ഇൻറ്റു 4n പ്ലസ് 2. അപ്പൊ നമുക്ക് 4m ഇൻറ്റു 4n 16mn, 4m ഇൻറ്റു 2 4 ഇൻറ്റു 2 8m, 1 ഇൻറ്റു 4n 4n, 1 ഇൻറ്റു 2 2. ഓക്കെ, ഇനി ആദ്യത്തെ 3 പദങ്ങളിലും 4 പൊതുവാണ്. അപ്പോൾ 4 ഇൻറ്റു ഇവിടെ 4mn പ്ലസ് 4 ഇൻറ്റു 2 8 2m പ്ലസ് 1n പ്ലസ് 2. ഇത് ഒരു പൂർണ്ണസംഖ്യ ഇൻറ്റിജർ ആണ്. 4mn പ്ലസ് 2m പ്ലസ് n സമം k ഒരു പൂർണ്ണസംഖ്യയാണ്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 4k പ്ലസ് 2. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ മിച്ചം 2 ആയിരിക്കും. അതിനാൽ ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും. Therefore, the remainder on division by 4 is always 2. Okay. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത സബ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 1C. അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകളിൽ അറ്റത്തുള്ള 2 സംഖ്യകളുടെയും നടുക്കുള്ള 2 സംഖ്യകളുടെയും ഗുണനഫലം തമ്മിലുള്ള വ്യത്യാസം കാണുക. അപ്പോൾ തുടർച്ചയായ 6 എണ്ണൽ സംഖ്യകൾ എടുക്കുക. അപ്പൊ നമുക്കിവിടെ n ആണെങ്കിൽ രണ്ടാമത്തേത് n പ്ലസ് 1, മൂന്നാമത്തേത് n പ്ലസ് 2, നാലാമത്തേത് n പ്ലസ് 3, അഞ്ചാമത്തേത് n പ്ലസ് 4,
ആറാമത്തത് n+5. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കോൺസിക്യൂട്ടീവ് 6 നാച്ചുറൽ നമ്പേഴ്സ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എന്താ വേണ്ടത്? അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെയും അറ്റത്തുള്ളത് ആരൊക്കെയാ? എന്നും n+5 രണ്ട് സംഖ്യകളുടെയും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും നടുക്കാരാ ഉള്ളത്? ഇവർ രണ്ടുപേരുമാണ് നടുക്കുള്ളത്. ഓക്കെ, അവയുടെ ഗുണനഫലം കാണണം. അപ്പൊ നമുക്ക് n ഇൻറ്റു n+5 അതെത്രയാണ്? n-നെ n കൊണ്ട് ഗുണിക്കുമ്പോൾ n² എന്ന് കിട്ടും. പ്ലസ് n ഇൻറ്റു 5 5n. ഇനി നടുക്കുള്ളവയുടെ ഗുണനഫലം എന്താണ്? n+2 ഇൻറ്റു n+3. അപ്പൊ ഇത് കാണാൻ നമ്മൾ n-നെ n കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് n² എന്ന് കിട്ടും. പിന്നെ n-നെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് 3n എന്ന് കിട്ടും. പിന്നെ 2-നെ n കൊണ്ട് ഗുണിക്കണം, 2n എന്ന് കിട്ടും. പിന്നെ നമുക്ക് 2-നെ 3 കൊണ്ട് ഗുണിക്കണം, അപ്പോ 6 എന്ന് കിട്ടും. ഇത് നമുക്ക് n² പ്ലസ് 3n-ഉം 2n-ഉം കൂട്ടിയാൽ 5n പ്ലസ് 6. ഓക്കെ, ഇനി ഇത് അറ്റത്തുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ്. ഇത് മിഡിൽ നമ്പേഴ്സിന്റെ ഗുണനഫലം പ്രൊഡക്റ്റ് ആണ്. അതായത് നടുവിലുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ്. അവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പൊ വ്യത്യാസം നോക്കുന്ന സമയത്ത് n² പ്ലസ് 5n+6 അതാണ് വലുത്. ഓക്കെ, നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം. അപ്പൊ മിഡിൽ പ്രൊഡക്റ്റ് ഇതിൽ നിന്നും നമുക്ക് എന്ത് കുറയ്ക്കണം? മൈനസ് ഇത് n² പ്ലസ് 5n അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? n² പ്ലസ് 5n+6 മൈനസ് n². ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ മൈനസ് 5n എന്ന് എഴുതാം. അപ്പോൾ n²-ഉം n²-ഉം ക്യാൻസൽ ആയി പോവും. അപ്പൊ നമുക്ക് 5n-ഉം 5n-ഉം ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ളത് എന്താണ്? 6 ആണ്. അപ്പോൾ അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകളിൽ അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെയും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. The difference between the product of the two numbers at the ends and the product of the two numbers in the middle of 6 consecutive natural numbers is 6 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ആയിട്ട് എഴുതി നോക്കാം. ഇത് ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് സിമ്പിൾ ആയിട്ട് എഴുതാനാണ് പറഞ്ഞു തന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഉദാഹരണം നോക്കാം. 6 സംഖ്യകൾ എടുക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ഉദാഹരണത്തിൽ 1 2 3 4 5 6 എന്നീ സംഖ്യകൾ. ഇതിൽ നടുവിലുള്ള സംഖ്യകൾ 3 4 ആണ്. അപ്പോൾ 3 × 4 12. ഇനി അറ്റത്തുള്ള സംഖ്യകൾ 1 × 6 6. ഇവ തമ്മിലുള്ള വ്യത്യാസം 6. ഇനി നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. 2 3 4 5 6 7. ഇതിൽ മിഡിൽ നമ്പേഴ്സ് നടുവിലുള്ള നമ്പേഴ്സ് 4ഉം 5ഉം. അപ്പൊ അവയുടെ ഗുണനം 4 × 5 20. അറ്റത്തുള്ള സംഖ്യകൾ 2 7. അപ്പോൾ 2 × 7 14. 20 - 14 6. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ.
സംഖ്യകൾ 5, 6, 7, 8, 9, 10. അപ്പോൾ നടുക്കുള്ള സംഖ്യകൾ മിഡിൽ നമ്പേഴ്സ് 7ഉം 8ഉം. അവയുടെ ഗുണനഫലം 7 × 8 56. അറ്റത്തുള്ള സംഖ്യകൾ 5, 10 ഇവയുടെ പ്രൊഡക്റ്റ് ഗുണനഫലം 5 × 10 50. ഇനി വ്യത്യാസം 56 - 50 6. ഓക്കെ. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്നും വ്യത്യാസം നമുക്ക് ഡിഫറൻസ് 6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പൊതുവായി നമുക്ക് എന്ത് പറയാം? ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 6 ആയിരിക്കും. Generally, the difference between the products is always 6. ഇത് നമുക്ക് പൊതുവായി തെളിയിക്കണ്ടേ? ഓക്കെ. അപ്പൊ നമുക്ക് ആൾജിബ്രിക് ഫോം ഉപയോഗിക്കാം, ആൾജിബ്ര ഉപയോഗിക്കാം. അതായത് ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് ഇത് ശരിയാണെന്ന് തെളിയിക്കാം. അപ്പൊ അതിനുവേണ്ടി അടുത്തടുത്തുള്ള 6 സംഖ്യകൾ 6 consecutive numbers n, n+1, n+2, n+3, n+4, n+5 ആണെന്നെടുക്കുക. ഇനി നടുക്കുള്ളവയുടെ ഗുണനം. അപ്പൊ നടുക്കുള്ളത് ഏതാണ്? ഇതാണ്. അപ്പോ n+2 × n+3. ഇനി തുകകളുടെ ഗുണനഫലം പ്രൊഡക്റ്റ് ഓഫ് സംസ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ n × n, n² പ്ലസ് n × 3, 3n പ്ലസ് 2 × n, 2n പ്ലസ് 2 × 3, 6. ഇനി നമുക്ക് n² പ്ലസ് ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം, കൂട്ടാം. അപ്പോൾ 5n + 6. ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി അറ്റത്തുള്ള സംഖ്യകളുടെ ഗുണനം, അതായത് എൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ. n × n+5. അപ്പൊ ഇത് n × n, n², പിന്നെ n × 5, 5n, n² പ്ലസ് 5n. ഇനി ഇവയുടെ വ്യത്യാസം, the difference between them. വ്യത്യാസം, ഡിഫറൻസ് ഈക്വൽ ടു വലുത് ഇതാണല്ലോ, n² പ്ലസ് 5n പ്ലസ് 6 മൈനസ് n² പ്ലസ് 5n. അപ്പൊ നമുക്കിവിടെ ഈ ഇത് നമുക്ക് n² പ്ലസ് 5n പ്ലസ് 6 മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ മൈനസ് n², മൈനസും പ്ലസും മൈനസ് 5n. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ n²ഉം മൈനസ് n²ഉം ക്യാൻസലായി, 5n ഉം 5n ഉം മൈനസ് 5n ഉം ക്യാൻസലായി, ബാക്കി 6. അതിനാൽ വ്യത്യാസം എപ്പോഴും 6 ആയിരിക്കുമെന്ന് തെളിഞ്ഞു. Hence, it is proved that the difference is always 6. അപ്പൊ നമ്മളിപ്പോൾ പേജ് 66-ലുള്ള 3 ചോദ്യങ്ങളാണ് ചെയ്തു കഴിഞ്ഞത്. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാനുണ്ട്. അത് പേജ് 67-ലുള്ള ചോദ്യമാണ്. അതുകൂടി നോക്കാം. (36 × 28) എന്ന ഗുണനഫലം കണ്ടുപിടിക്കാനുള്ള ഒരു രീതി ചുവടെ കൊടുത്തിരിക്കുന്നു. Given below is a method to find the product
36 into 28. 36നെ 28 കൊണ്ട് ഗുണിക്കാനുള്ള ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതി നോക്കൂ. ഇപ്പോൾ ഇത് ആദ്യ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ. ആദ്യ സംഖ്യയുടെ 10ാം സ്ഥാനത്തുള്ള അക്കം 10th place digit 3. ആദ്യ സംഖ്യയുടെ ഫസ്റ്റ് നമ്പറിന്റെ യൂണിറ്റ് പ്ലേസ് 1ാം സ്ഥാനത്തുള്ള സംഖ്യ 6. അതുപോലെ രണ്ടാം സംഖ്യയിലെ 10ാം സ്ഥാനത്തുള്ള അക്കം 2, 1ാം സ്ഥാനത്തുള്ള അക്കം 8. ഓക്കെ, ഈ രണ്ടക്ക സംഖ്യകളെ ഗുണിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ രണ്ട് സംഖ്യകളുടെയും 10ാം സ്ഥാനത്തുള്ള അക്കങ്ങൾ ഗുണിക്കുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 3 into 2 സമം 6. അതിനുശേഷം ഈ ഉത്തരത്തെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് 600 എന്ന് കിട്ടും. ഇനി ആദ്യ സംഖ്യയുടെ 10ാം സ്ഥാനത്തുള്ള അക്കത്തെ രണ്ടാമത്തെ 1ാം സ്ഥാന സംഖ്യയുമായി ഗുണിക്കുക. 3 into 8. ഒന്നാമത്തെ സംഖ്യയുടെ 1ാം സ്ഥാനത്തുള്ള അക്കത്തെ രണ്ടാം സംഖ്യയിലെ 10ാം സ്ഥാനത്തുള്ള അക്കം കൊണ്ട് ഗുണിക്കുക. 6 into 2. അത് തമ്മിൽ കൂട്ടാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 into 8 24, 6 into 2 12, 36 എന്ന് കിട്ടും. അതിനെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് 360 എന്ന് കിട്ടും. ഇനി 1ാം സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പൊ ഇവിടെ 6നെ 8 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 48 എന്ന് കിട്ടും. അതാണ് മൂന്നാമത്. ഇനി ഇവര് 3 പേരെയും നമുക്ക് ആഡ് ചെയ്യാം, കൂട്ടാം. അപ്പൊ ഇവിടെ 360ഉം 48ഉം ഇത് 408 എന്ന് കിട്ടും. 408ഉം 600ഉം 1008. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ 36 into 28 ഇങ്ങനെ ചെയ്ത് നോക്കൂ. 8 48, 8 24, 24 4 28, 6 2 12, ബാക്കി 1, 3 2 6, 6 1 7, 8 48, 4 8 24 28, 6 2 12, 3 6 1 7. ഓക്കെ, അപ്പൊ ഇവിടെ 8, 8 2 10, 8 2 10, 1008. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്തതെന്ന് ഓർത്തു നോക്കൂ. 10ാം സ്ഥാനത്തെ 10ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുന്നു. 10ാം സ്ഥാനത്തെ 1ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇവിടെ 3 into 8. അതേപോലെ 6 into 2. അപ്പൊ രണ്ടെണ്ണം ഉണ്ടല്ലോ. 10ാം സ്ഥാനത്തെ 1ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും 10ാം സ്ഥാനത്തെ 1ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുന്നു. രണ്ട് സംഖ്യയിലും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഗുണിച്ച് അവയെ തമ്മിൽ ആഡ് ചെയ്യുന്നു, എന്നിട്ട് 10 കൊണ്ട് ഗുണിക്കുന്നു. ഇനി എന്താണ്? 1ാം സ്ഥാനത്തെ അക്കങ്ങൾ ഗുണിക്കുന്നു. ഇനി ഈ 3 ഗുണനഫലങ്ങളെയും കൂട്ടി എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇതിലെ ഒന്നാമത്തെ ചോദ്യം മറ്റ് ഉദാഹരണങ്ങൾ ചെയ്തു നോക്കുക. അതിനുവേണ്ടി നമുക്ക്
ഒരു ഉദാഹരണം നോക്കാം. മറ്റ് ചില 2 അക്കസംഖ്യകളിൽ ഇത് പരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരെണ്ണം ചെയ്യാം. 42 ഇൻറ്റു 35. എങ്ങനെയാണത്? അപ്പൊ ഇവിടെ ആദ്യം 10ാം സ്ഥാനത്തുള്ള 4നെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് 12 എന്ന് കിട്ടും. എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. 1200. 4 ഇൻറ്റു 3 സമം 12. അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ 1200. ഇനി എന്താണ് 42 ഇൻറ്റു 35-ൽ 10ാം സ്ഥാനത്തിനെ 1ാം സ്ഥാനവുമായി ഗുണിക്കുക. അപ്പോ 4 ഇൻറ്റു 5. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടുത്തെ 1ാം സ്ഥാനത്തിനെ 10ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുക. 2 ഇൻറ്റു 6 3. അപ്പോൾ 5 ഇൻറ്റു 4 20. 2 ഇൻറ്റു 3 6. ഇത് രണ്ടും കൂട്ടുമ്പോൾ 26. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. 260. 4 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 3 അപ്പോൾ 26. അതിനെ 10 കൊണ്ട് ഗുണിച്ചു. ഇനി എന്ത് വേണം? ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക. 2 ഇൻറ്റു 5 10. ഇനി ഇത് 3ഉം കൂട്ടുക. അപ്പോൾ 260ഉം 10ഉം 270. 270ഉം 1200ഉം 1470 എന്ന് കിട്ടും. ഓക്കെ. ഇനി 42 ഇൻറ്റു 35 ചെയ്താലും അത് തന്നെ ആയിരിക്കും. 35 ഇൻറ്റു 2 70. അതിൽ 7 ബാക്കി. 35 ഇൻറ്റു 4 70 140. 140 പ്ലസ് 7 147. അപ്പോൾ 1470. ഓക്കെ. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ ചെയ്തു നോക്കി. ഇതേപോലെ ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഇനി ഈ ചോദ്യത്തിന്റെ 2ാം ഭാഗം എന്താണ്? ഇതിന്റെ 2ാം ഭാഗം ബീജഗണിത വിശദീകരണം നൽകുക. അതായത് give the algebraic explanation എന്നാണ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ മനസ്സിലാക്കി ഏതൊരു 2 അക്ക സംഖ്യയെയും 10m പ്ലസ് n എന്ന രൂപത്തിൽ എഴുതാം. ഇത് 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. Recall that any 2-digit number can be written in the form 10m plus n. 10 into m plus n. ഇവിടെ നമുക്ക് 2 2 അക്ക സംഖ്യകൾ വേണം. അപ്പോൾ ആദ്യത്തെ സംഖ്യ 10 into m plus n എടുക്കാം. രണ്ടാമത്തെ സംഖ്യ 10 into p plus q എന്നെടുക്കാം. ഒന്നാമത്തെ സംഖ്യ ഫസ്റ്റ് നമ്പർ 10m plus n. രണ്ടാമത്തെ സംഖ്യ 10p plus q എന്ന് എടുക്കാം. ഓക്കെ. ഇനി ഇവയെ തമ്മിൽ ഒന്ന് ഗുണിച്ചു നോക്കിയാൽ ഗുണനഫലം എന്തായിരിക്കും? 10m plus n ഇൻറ്റു 10p plus q എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. 10mനെ 10p കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 10 ഇൻറ്റു 10 100 ഇൻറ്റു m ഇൻറ്റു p. അപ്പോൾ mp എന്നെഴുതാം. ഇനി 10mനെ q കൊണ്ട് ഗുണിക്കുമ്പോൾ 10mq എന്നെഴുതാം. n-നെ 10p കൊണ്ട് ഗുണിക്കുമ്പോൾ 10pn എന്നെഴുതാം, അല്ലെങ്കിൽ np എന്നെഴുതാം. n-നെ q കൊണ്ട് ഗുണിക്കുമ്പോൾ nq എന്നെഴുതാം. എന്നിട്ട് ഇതെല്ലാം തന്നെ കൂട്ടണം.
അതായത് 100 MP പ്ലസ് 10 MQ പ്ലസ് 10 NP പ്ലസ് NQ. ഓക്കെ, എന്ന് കിട്ടി. അപ്പോൾ ബീജഗണിത രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇനി ഇതും നമ്മൾ നേരത്തെ ചെയ്ത ഉദാഹരണങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ ചെറുതായി ഒന്ന് മാറ്റി എഴുതുകയാണ്. ഇത് നമ്മൾ MP × 100 പ്ലസ് ഇതിൽ രണ്ടിലും 10 പൊതുവാണ്. അപ്പോൾ ആ 10നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇവിടെ ബാക്കിയുള്ളത് MQ ആണ് പ്ലസ് ഇവിടെ NP ആണ്. അപ്പൊ MQ പ്ലസ് NP × 10 എന്ന് എഴുതി പ്ലസ് NQ. ഓക്കെ, മനസ്സിലായോ? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത സമയത്ത് എന്താണ് 10ാം സ്ഥാനത്തുള്ള സംഖ്യകളുടെ ഗുണനഫലം അതിനെ 100 കൊണ്ട് ഗുണിച്ചു. അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ 100നെ രണ്ടാമതായി എഴുതിയത്. അതേപോലെ 10ാം സ്ഥാനം ഇൻറ്റു 1ാം സ്ഥാനം പ്ലസ് 1ാം സ്ഥാനം ഇൻറ്റു 10ാം സ്ഥാനം അതിനെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. ആ 10 കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ 10 രണ്ടാമതായി എഴുതിയത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ ഈ സമവാക്യം ചോദ്യത്തിലെ രീതിയുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ലെറ്റ്സ് മാച്ച് ദിസ് ഇക്വേഷൻ വിത്ത് ദ ഗിവൺ മെത്തേഡ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നാമത്തെ സംഖ്യ നമ്മൾ 10m പ്ലസ് n അല്ല എഴുതിയത്. രണ്ടാമത്തെ സംഖ്യ 10p പ്ലസ് q എന്നാണ് എഴുതിയത്. അതായത് ഒന്നാമത്തെ സംഖ്യയിലെ 10ാം സ്ഥാനത്ത് m-ഉം 1ാം സ്ഥാനത്ത് n-ഉമാണ്. രണ്ടാം സംഖ്യയിലെ 10ാം സ്ഥാനത്ത് p-യും 1ാം സ്ഥാനത്ത് q-വുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്താണ് 10ാം സ്ഥാനത്തിനെ 10ാം സ്ഥാനം കൊണ്ട് ഗുണിച്ച് അപ്പോൾ നമുക്ക് MP എന്ന് കിട്ടും. അതിനെ 100 കൊണ്ട് ഗുണിക്കണം. അതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. 10ന്റെ സ്ഥാനങ്ങളിലെ അക്കങ്ങളുടെ ഗുണനം ഇൻറ്റു 100 അത് തന്നെയാണ് MP × 100. ഓക്കെ, MP × 100 is the multiplication of digits in 10 places into 100. ഇനി ഇവിടെ M-നെ Q ആയിട്ടും P-നെ N-ഉമായും നമ്മൾ ഗുണിക്കുന്നു. അതായത് കോണോട് കോൺ എന്നാണ് ഇത് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. കാരണം ഇവിടെ ക്രോസ് കാണുന്നില്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ MQ പ്ലസ് NP അതെന്താണ്? കോണോട് കോൺ ഗുണിച്ചതാണ്. എന്നിട്ട് അവയെ കൂട്ടി. കോണോട് കോൺ ഗുണിച്ച് കൂട്ടിയതാണ് ഏത്? MQ പ്ലസ് NP. ഓക്കെ, എന്നിട്ട് അതിനെ 10 കൊണ്ട് ഗുണിച്ചതാണ് ഏത്? MQ പ്ലസ് NP × 10. അപ്പോൾ ഈ ബീജഗണിത രൂപത്തിലെ ഈ ഭാഗം കോണോട് കോൺ ഗുണിച്ച് കൂട്ടി ഇൻറ്റു 10 ചെയ്തതാണ്. ക്രോസ് മൾട്ടിപ്ലൈ, ആഡ് ദം ആൻഡ് മൾട്ടിപ്ലൈ ബൈ 10. ഇനി നമുക്ക് ഒരു ഭാഗം കൂടി ബാക്കിയുണ്ട്. ഏതാണ്? NQ എന്ന ഭാഗം. അപ്പൊ NQ എന്ന് പറയുന്നത് എന്താണ്? ഒറ്റയുടെ സ്ഥാനങ്ങൾ തമ്മിൽ ഗുണിച്ചതാണ്. ഒറ്റയുടെ സ്ഥാനങ്ങളിലെ അക്കങ്ങളുടെ ഗുണനം. ഓക്കെ,
അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റ്സ് ഇൻ വൺ പ്ലേസ് എന്നാണ് NQ. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം എന്താണ്? 10ാം സ്ഥാനത്തെ 10ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. ഒരു സംഖ്യയിലെ 10ാം സ്ഥാനത്തെ അക്കത്തെ രണ്ടാമത്തെ സംഖ്യയിലെ 1ാം സ്ഥാനത്തെ അക്കം കൊണ്ട് ഗുണിക്കുക. രണ്ടാമത്തെ സംഖ്യയിലെ 10ാം സ്ഥാനത്തിനെ 1ാമത്തെ സംഖ്യയിലെ 1ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുക. അത് കൂട്ടിയിട്ട് 10 കൊണ്ട് ഗുണിക്കുക. പിന്നെ ഒറ്റയുടെ സ്ഥാനങ്ങൾ തമ്മിൽ ഗുണിക്കുക. അതാണ് ഏത് പറയുന്നത്? ഈ ഗുണനഫലം പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ ഉദാഹരണം ചെയ്ത പ്രക്രിയയും ഒന്ന് തന്നെയാണ്. ബീജഗണിത വിപുലീകരണത്തിലൂടെ കിട്ടുന്ന അതേ തുക തന്നെയാണ് ലളിതമായ രീതിയിലും ലഭിക്കുന്നത്. The simplified method yields the exact same terms as the algebraic expansion. ആയതുകൊണ്ട് ഈ രീതി എല്ലാ രണ്ടക്ക സംഖ്യകളുടെ ഗുണനത്തിനും എപ്പോഴും ശരിയായിരിക്കുമെന്ന് തെളിഞ്ഞു. Therefore, this method is algebraically proved to work for all 2 digits. Okay. കുറച്ച് എക്സാമ്പിൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പൊതുവായിട്ട് പറയാൻ പറ്റില്ല. ജനറലായി പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബീജഗണിത രൂപത്തിൽ അതിനെ എഴുതി കാണിക്കണം. ആൾജിബ്രിക് ഫോമിൽ പ്രൂവ് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് ജനറലി ശരിയാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യ ഉദാഹരണങ്ങൾ കാണിച്ചു. ആ ഉദാഹരണത്തിൽ കിട്ടുന്ന അതേപോലെ തന്നെയാണ് എവിടെ കിട്ടിയത്? ബീജഗണിത വിപുലീകരണത്തിലും കിട്ടിയത്. അതായത് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ 23 × 12 എടുക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്തെ 10ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 2, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. ഇനി 10ാം സ്ഥാനത്തെ 1ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുമ്പോൾ 4 പ്ലസ് ഇവിടെയും എന്താണ്? 10ാം സ്ഥാനത്തെ 1ാം സ്ഥാനം അല്ലെങ്കിൽ 1ാം സ്ഥാനത്തെ 10ാം സ്ഥാനം കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് 3 × 1 3, അത് രണ്ടും കൂട്ടുക. അപ്പൊ 7, അതിനെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 70. ഇനി ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക. 3 × 2 6, ഇതെല്ലാം തമ്മിൽ കൂട്ടുക. അപ്പോൾ 276. ഇനി നമുക്ക് എന്താണ്? നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 12 × 3 36, 6 ബാക്കി 3, 12 × 2 24, 24 3 27, 276. ശരിയല്ലേ? അപ്പോൾ എന്താണ്? ഈ രീതി എല്ലാത്തിനും ശരിയായിരിക്കുമെന്ന് നമുക്ക് ബീജഗണിത വിപുലീകരണത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ by algebraic expansion we can conclude that this method work for all 2-digit numbers. Okay. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ലെങ്തി ആയി പോയിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.